ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ കൽപ്പറ്റ പുഷ്പോത്സവം കാണാൻ പോവാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ ഗൈസ് പുഷ്പോത്സവം കാണാൻ പോകുന്നത്. അങ്ങനെ അതായിരുന്നു നമ്മൾ കയറുന്ന ബസ്. ആദ്യമൊന്നും സീറ്റ് കിട്ടിയില്ലെങ്കിലും പിന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റാൻഡിൽ പോയി ഇറങ്ങി. അവിടുന്ന് ഓട്ടോയ്ക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഓട്ടോയിൽ പോകുന്ന വഴിക്ക് ഇതിൻ്റെ ലൈറ്റ്സും എല്ലാം അങ്ങനെ ഞങ്ങൾ ഫൈനലി അവിടെ എത്തി ഗൈസ്. അങ്ങനെ ടിക്കറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി. അവർ കയറി തന്നു ഗൈസ്. ഞങ്ങൾക്ക് നല്ല നല്ല അടിപൊളി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ആ കണ്ണട കണ്ടിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഗാന്ധിജീൻ്റെ കണ്ണട അതന്നെ. ഒരു ലാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഒരു കൊടേൻ്റെ ആർട്ട് വർക്കുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് ഗൈസ്. പിന്നെ ഈ വെള്ളത്തിൻ്റെ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ നിന്ന് ഞങ്ങൾക്ക് നടന്ന് വിശന്നപ്പോൾ ഞങ്ങളൊരു കോണാണ് ഗൈസ് കഴിച്ചത്. അങ്ങനെ ആ കോണ് ഞങ്ങൾ അവിടെ ഇരുന്ന് ചാപ്പിട്ടതിന് ശേഷം പിന്നെയും ഞങ്ങൾ കുറേ പൂക്കൾ കണ്ടിട്ട് ബേർഡ്സിൻ്റെ അടുത്തേക്ക് പോയി ഗൈസ്. അങ്ങനെ ബേർഡ്സിനെ കണ്ട് ഭയങ്കര പൊടിയൊക്കെയാണ് അവിടെ. എന്നാലും കണ്ട് ആ പഞ്ചവർണ്ണത്തേനെ എൻ്റെ മേത്ത് വെച്ചപ്പോൾ എൻ്റെ കിളി പോയി. ഭയങ്കര വീക്കായിരുന്നു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എന്നെ കയ്യിൽ വെച്ച് നടക്കാൻ. പക്ഷേ എന്നാലും എൻ്റെ കിളി പോയി. നല്ല വേദന എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നഖം എൻ്റെ കൈ കുത്തിയിട്ട് വേദന എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നേരത്തെ കണ്ടോന്നറിയില്ല, എൻ്റെ തലയിൽ അത് കൊട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റോബോട്ടിക് ഷോയ്ക്കാണ് അടുത്തത് പോയത്. അവിടെ നിന്ന് ഒരു പട്ടകുട്ടീനെ കണ്ട് ഗൈസ്. അതെനിക്ക് ഷെയ്ക്കാൻ പൊന്നോന് ഷെയ്ക്കാൻ്റെ കൊടുത്തു. പിന്നെ എനിക്കും ഷെയ്ക്കാൻ്റെ വന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ആദ്യമൊക്കെ കൈ വെച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ കൈ വെച്ചു. അങ്ങനെ നമ്മൾ പോയത് സ്റ്റാളിലേക്കാണ്. കുറേ തരത്തിലുള്ള സ്റ്റാൾ ഉണ്ടായിരുന്നു. വാക്കിംഗ് ക്ലീനർ ഇവിടെയായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അതൊക്കെ വാങ്ങി ഗൈസ്. പക്ഷെ ഞാൻ വാങ്ങിയില്ല. അത് എന്തിനാ അപ്പം അതെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കിഷ്ടമായില്ല അത്. ബാഗിൻ്റെയും ബുക്കിൻ്റെയും ഒക്കെ കളക്ഷനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഈ ഒരു ഫുഡിൻ്റെ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ ക്ലച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ക്യാഷ്നട്ടിൻ്റെ ഒരു സ്റ്റാളായിരുന്നു. ഞാൻ കളിച്ച് നീങ്ങുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബാക്കി സെക്കൻഡ് പാർട്ടിൽ